ഒരച്ഛനമ്മ ഇവർക്ക് തമ്മിലൊരു ബോണ്ടിങ് ഇരുന്നില്ല, ഇവർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഇഷ്ടമില്ല, ദേ വാണ്ട് ടു ബി സെപ്പറേറ്റ്. പക്ഷേ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നു. ഇത് ഈ കുട്ടിക്ക് നല്ല രീതിയിൽ ഈ കുട്ടി എടുക്കും, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഫ്യൂച്ചർ ലൈഫിന് നല്ലതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ മേ ബി അങ്ങനെ ചെയ്യുന്നത്. ശരിയാണോ അത്? ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആളുകൾക്ക് ക്രൈസിസ് ആവുന്നൊരു പോയിന്റാണ്, എസ്പെഷ്യലി കുട്ടികൾ ഇൻവോൾവ് ആണെങ്കിൽ. കുട്ടികളുടെ പ്രായം കൂടി അതിനകത്ത് വിഷയമാണ് കേട്ടോ. പല പ്രായത്തിലും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പലതല്ലേ. അതുപോലെ ചിലപ്പോൾ കുട്ടികൾക്ക് അച്ഛന്മാരുമായിട്ടായിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിക്കൂട്ടുകാരൻ അച്ഛനായിരിക്കാം, എന്നാൽ ഫാമിലി റൺ ചെയ്യാനുള്ള മറ്റെല്ലാ റെസ്പോൺസിബിലിറ്റിയും അമ്മയായിരിക്കാം നോക്കുന്നത്. അതായത് വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ പച്ചക്കറി ഉണ്ടോ എന്നുള്ളത് തൊട്ട് കുട്ടിയെ സ്കൂളിൽ വിടുന്നത് തൊട്ട് അവിടുത്തെ പാരൻസ് മീറ്റിംഗ് തൊട്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ ഫൈനാൻഷ്യലി അച്ഛൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുട്ടീൻ്റെ കൂടെ അച്ഛൻ കളിക്കുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ ഇവിടെ റെസ്പോൺസിബിലിറ്റി ഈക്വലി ഷെയർഡ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുട്ടിക്ക് ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ഒരാൾ മിസ്സാവുന്നത് പോലെയല്ലേ, ഡെയിലി ഉണ്ടായിരുന്നൊരു കമ്പനിക്കാരൻ ഒരു ഫ്രണ്ട് പോകുന്നത് പോലെയൊക്കെ കുട്ടീനെയും കുട്ടിയുടെ ഹാപ്പി ആക്കുന്ന മൊമെന്റ്സും കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാൾ മിസ്സാവുക എന്നുള്ളൊരു സാധനം വരാം. ചില പാരന്റിങ് സിറ്റുവേഷൻസിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള പാർട്ട്ണറാണ്, ഉപദ്രവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, യെല്ലിങ്, ഷൗട്ട് ചെയ്യുക, സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക. അതായത് ബേസിക്കലി ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണറാണ് കൂടെ ഉള്ളതെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇവർ തമ്മിൽ വഴക്കും സംസാരമായിട്ട് എപ്പോഴും കരച്ചിലും പേച്ചിലും പ്രശ്നങ്ങളാണ്, കുട്ടി ഇത് കണ്ടാണ് വളരുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ പോലും അറിയാൻ നിങ്ങളുടെ കുട്ടി ട്രോമറ്റൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ഒരു നോർമൽസി നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. നിങ്ങളുടെ അവസ്ഥയും കഷ്ടമാണ്, പക്ഷേ കുട്ടിയുടെ അവസ്ഥ, കുട്ടിയുടെ ഒരു ചോയ്സ് ഇല്ലല്ലോ, കുട്ടി ചോദിച്ചു വന്നതല്ല.